സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ തന്നെ ഒരു സംഭവം പറയുന്നുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹബീബിൽ ഇത് കേൾക്കുന്നത്. അത്ഭുതകരമായ ഒരു രസകരമായ ഒരു ചരിത്രം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചത്, വളരെ പ്രശസ്തമായത്. നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട രണ്ടാളുകൾ പരിചയപ്പെട്ടു, പരസ്പരം അറിഞ്ഞു. ഒരു വിഷമം വന്നപ്പോ തന്റെ കൂട്ടുകാരനോട് 1000 ദീനാർ തന്റെ കൂട്ടുകാരനോട് കടം ചോദിച്ചു. ഇസ്രായേൽ മക്കളിൽ കഴിഞ്ഞു പോയ ഒരാൾ തന്റെ കൂട്ടുകാരനോട് 1000 ദീനാർ എനിക്ക് കടം തരുമോ എന്ന് ചോദിച്ചു. കടം തരുമോ എന്ന് ചോദിച്ചു. കടം വാങ്ങിക്കുമല്ലോ പരസ്പരം, അതൊരു വലിയ സഹായമാണ്. അതുകൊണ്ടാണ് പലിശയെ അള്ളാഹു എതിർക്കുന്നത്. സഹായം ചോദിക്കുന്ന ആൾക്ക് സഹായം ചെയ്യാൻ, അവന്റെ ചങ്കിന് പിടിക്കരുത്. 1000 തന്നാൽ എനിക്ക് തിരിച്ചു വരുമ്പോൾ 1100 വേണം, അതാണ് പലിശ. 1000 കൊടുത്തോനെ സഹായിക്ക്, അവന്റെ ആശ്വാസം പോണ 1000 നിനക്ക് തിരിച്ചു തരട്ടെ. നിനക്ക് സമ്മതമാണെങ്കിൽ കൊടുത്തോ, പക്ഷെ എന്ത് ചെയ്യരുത്, പലിശയാക്കി വാങ്ങരുത്. ആ കൊടുക്കണത് തിരിച്ചു വാങ്ങിക്കുക. കുടുങ്ങുന്ന മനുഷ്യന്മാരെ സഹായിക്കണം, അവിടെ ചങ്കിന് പിടിക്കരുത്. അതാണ് ഈ പലിശയെ അള്ളാഹു എതിർക്കാനുള്ള ഏറ്റവും വലിയ കാരണം. അതാണ് ബുദ്ധിമുട്ടുന്ന ഒരാളെ കടം വാങ്ങിക്കുക, അയാളുടെ ചങ്കിന് പിടിക്കരുത്. സഹായിക്കണം, മനുഷ്യനെ സഹായിക്കണം, അതിൽ പിന്നെ ലാഭം നോക്കരുത്. 1000 ദീനാർ തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് 1000 ദീനാർ കയ്യിലുള്ള ആള് പറഞ്ഞു, ഒരു കഫീല് വേണം, ഒരു ജാമ്യം നിൽക്കാൻ ആള് വേണം. എന്റെ കയ്യിൽ നിന്ന് 1000 സ്വർണ്ണ നാണയം വാങ്ങിച്ചു പോയാൽ നീ വാങ്ങിയിട്ടുണ്ട് എന്നതിന് ആരാണ് എനിക്ക് ജാമ്യം നിൽക്കുന്നത്? നീ ഇത് തരാതിരുന്നാൽ ഞാൻ ആരോട് പോയി ചോദിക്കും? അതാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഒരു ജാമ്യക്കാരൻ വേണം. ആരാ ജാമ്യക്കാരൻ? തന്റെ കൂട്ടുകാരൻ പറഞ്ഞു, കഫാ ബില്ലാഹി വകഫീലാ, എന്റെ കഫീൽ അല്ലാഹുവാണ്. ഞാൻ തന്നില്ലെങ്കിൽ ആരോട് ചോദിക്കും? താനോട് ചോദിച്ചേ, പറ്റുമോ എന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. കടം വാങ്ങിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഒരു സാക്ഷി വേണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയാൽ ഒരു പേജ് നീളമുള്ള ഒരായത്തുണ്ട്. ഓർമ്മല്ലേ? ഒരു പേജ് നീളമുള്ള ആയത്ത്. ആയത്തിന്റെ പേരാണ് ആയത്തുൽ മുദായന. കടം വാങ്ങിക്കുമ്പോൾ ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഡോക്യുമെന്റേഷൻ. കടം വാങ്ങിക്കുമ്പോ എഴുതി വെക്കണം, സാക്ഷികൾ വേണം എന്നാണ് ആയത്തിൽ പറയുന്ന ചർച്ചാ വിഷയം. നമ്മൾ ആരും അങ്ങനെ ചെയ്യാറേ ഇല്ല. പിന്നെ ചിലരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കടം വാങ്ങിച്ചു കടം കൊടുക്കുന്ന ആള് ടെൻഷൻ അടിച്ച് ജീവിക്കുക, കടം വാങ്ങിച്ചോ വിലസി ജീവിക്കുക. അതാണ് ഇപ്പോഴത്തെ കാലം. വിധങ്ങൾ പറഞ്ഞു, കടമെന്ന് പറയുന്നത് ഹമ്മും ബില്ലൈലി ദുല്ലും ബിന്നഹാർ. അങ്ങനെയാണ്. കടം എന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കം മുറുകൂല, ടെൻഷനാ. ദുല്ലും ബിന്നഹാർ, നേരം വെളുത്താൽ അത് അപമാനമാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചാൽ അയാളോടൊരു വിധേയത്വമായില്ലേ, അപ്പൊ ഒരു നാണക്കേടാണ് നേരം വെളുത്ത. രാത്രിയാണെങ്കിലോ ഒരു ടെൻഷനുമാണ്. ഇതാണ് കടത്തെപ്പറ്റി മുത്തുനബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവം അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നും. പക്ഷെ അത് ആർക്കാന്നറിയോ? കടം കൊടുത്ത ആൾക്ക്. വാങ്ങിയവൻ ഒരു ടെൻഷനോ കൂർക്കം വെച്ച് ഉറങ്ങുന്നുണ്ട്. റബ്ബേ, എന്റെ 10 ലക്ഷം വാങ്ങിയിട്ടാണ് നടക്കുന്നത്, തിരിച്ചു തരുമോ? അല്ലാഹു അലം. രാവിലെ എങ്ങാനും വാങ്ങിച്ചു കൊണ്ടുപോയി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് തരുമോ? ആ കടം വാങ്ങിച്ചിന്റെ കുട്ടിന്റെ കല്യാണമായിട്ടുണ്ട്, ആ പൈസ അങ്ങ് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇവന്റെ പകരം ഭീഷണി കാണിച്ചു തരാൻ. ആര്? ഈ വാങ്ങിച്ചു കൊണ്ടുപോയോ? അപ്പൊ മുതലാളിക്ക് ടെൻഷനാ, കൊടുത്തോനെ ടെൻഷനും ഉറക്കൂല. ഇത് വേണ്ടത് വാങ്ങിച്ച ആൾക്കാ വേണ്ടത്. എന്തോ ഒരു കാലം അല്ലേ, സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ ആരും സഹായിക്കൂല. നമ്മൾ വിശ്വാസ വഞ്ചന ചെയ്തപ്പോ പലിശയുടെ വാതിലുകൾ അങ്ങനെ തുറന്നു തന്നു. ഇഷ്ടംപോലെ പലിശ കൊണ്ടുവന്നോളൂ, ഇത്ര ശതമാനമേ ഉള്ളൂ, ഇത്ര ശതമാനമേ ഉള്ളൂ, ഞങ്ങൾ 4 തരാം, 7 തരാം, 11 തരാം. അപ്പോ ഹലാലിന്റെ വഴികൾ നമ്മൾ വഞ്ചന കൊണ്ട് മൂടിയപ്പോ ഹറാമിന്റെ വഴികൾ അങ്ങനെ തുറന്നു തന്നു. അപ്പൊ പിന്നെ ആരും കടം കൊടുക്കൂല, പിന്നെ പോയി പണയം വെക്കന്നെ. അപ്പൊ ഹറാമിലേക്ക് നമ്മൾ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്.
കഫാ ബില്ലാഹി വകീലാ, നമ്മൾ തമ്മിലുള്ള ഇടപാടിന് അള്ളാഹു നമുക്ക് ജാമ്യക്കാരനാണ്. അപ്പൊ പറഞ്ഞു ഇച്ചിനി ബിശഹീദിൻ, ഒരു സാക്ഷിയെ കൊണ്ടുവരണം. കടം വാങ്ങിക്കാൻ പോകുന്ന പാവപ്പെട്ട ആള്, ഇസ്രായേൽ മക്കളിൽ കഴിഞ്ഞു പോയ ബനു ഇസ്രായേലുകളിൽ കഴിഞ്ഞു പോയ ആള്, കഫാ ബില്ലാഹി ഷഹീദാ, ഈ വാങ്ങുന്നതിന് ഞാനും നിങ്ങളും കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവാണ് രക്തസാക്ഷി എന്ന് പറയാനാണ് ഇത് സാക്ഷി. കടം കൊടുക്കാൻ പോകുന്ന ആള് പറഞ്ഞു സ്വദഖ്ത, നിങ്ങൾ പറഞ്ഞത് എത്ര സത്യമാണ്, നിങ്ങളെ ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി നൽകുകയാണ്. ആ മനുഷ്യൻ അയാൾ കൊടുത്തു 1000 സ്വർണ്ണ നാണയം കൊടുത്തു, കൊണ്ടുപോയിക്കോളൂ. സാക്ഷി ആരാ? അള്ളാഹു. ജാമ്യക്കാരനാരാ? പടച്ചതമ്പുരാൻ. ഇയാൾ കടൽ കടന്ന് വേണം അക്കരക്കേക്ക് യാത്ര ചെയ്യണം. കടലിനക്കരയാണ് ഇയാളുടെ വീട്. അയാൾ യാത്ര പോയി, കപ്പലിൽ യാത്രയായി, തിരിച്ചടക്കേണ്ട സമയമാകുന്നു. ഈ ചരിത്രം മുത്തനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഈ സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സ്വഹീഹിൽ ഉദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ മഹാനവറുകൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസ്. കടം വാങ്ങിച്ചു കൊണ്ടുപോയ ആള് തിരിച്ചടക്കാൻ സമയമായിരിക്കുന്നു, തിരിച്ചടക്കണം. അയാൾ വഞ്ചിക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല, വിശ്വസിച്ചേൽപ്പിച്ചത് തിരിച്ചേൽപ്പിക്കണം. കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അയാൾ പൊരുത്തപ്പെട്ടു തരണം. അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് തരട്ടെ. കടം തിരിച്ചു കൊടുക്കാനുള്ള സമയമായപ്പോ നല്ല കാറ്റും കോളുമായി കടലിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. വാങ്ങിച്ച ആൾക്ക് ടെൻഷനായി, പടച്ചവനെ ഞാൻ അയാളോട് കൃത്യസമയത്ത് തിരിച്ചടക്കാമെന്ന് പറഞ്ഞു, അള്ളാഹുവാണ് എന്റെ ജാമ്യക്കാരൻ, അള്ളാഹുവാണ് എന്റെ സാക്ഷി എന്ന് പറഞ്ഞപ്പോ അള്ളാഹിനെ വിചാരിച്ച് തന്ന ഒരു മനുഷ്യന് ഈ സമ്പത്ത് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന എത്ര വലിയ മോശമാണ്. കപ്പൽ വരുന്നുണ്ടോ, കപ്പലുണ്ടോ? ഒരു കപ്പലും ഒരു ബോട്ടും വന്ന് കടലിലിറങ്ങുന്നില്ല. ട്രോളിംഗ് നിരോധനം എന്നൊക്കെ പറയില്ലേ, കടൽ ഇളകിയാൽ പിന്നെ കപ്പലുകൾക്ക് യാത്രയില്ല. പഴയ കാലത്തെ അവസ്ഥയല്ലേ, ആരും പോയില്ല. റബ്ബേ ഞാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് ഒരു മരക്കഷ്ണം കാണുന്നത്. ആ മരക്കഷ്ണം തുരന്ന് ഒരു ദ്വാരമുണ്ടാക്കി 1000 സ്വർണ്ണ നാണയം ഒരു കിഴിയിലാക്കി ആ മരത്തിന്റെ ഉൾഭാഗത്ത് വെച്ച് അടച്ചു വെച്ചു, വാട്ടർ പ്രൂഫ് ചെയ്തു. ഒരു എഴുത്തും വെച്ചു അതില്, നിങ്ങളോട് കടം വാങ്ങിച്ച 1000 ദീനാർ അള്ളാനെ സാക്ഷിയാക്കി വാങ്ങിച്ചത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചടക്കുകയാണിത് എന്ന് പറഞ്ഞ് ഫുലാനുബന് ഫുലാൻ, ഇത് വാങ്ങിച്ച ആളാണിത് എന്ന് മരത്തിന്റെ ഉള്ളിൽ ഒരു രേഖ വെച്ച് 1000 ദീനാർ വെച്ച് ആ മരം ശരിക്കും വാട്ടർ ടൈറ്റായിട്ട് വാട്ടർ പ്രൂഫായിട്ട് അടച്ചു വെച്ചിട്ട് കടലിൽ അങ്ങ് വെച്ചു കൊടുത്തു. അള്ളാഹുവേ, എവിടെയോ ജീവിക്കുന്ന ഒരാൾ ഈ കടലിന്റെ അക്കരെ, പടച്ചവനെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ മരത്തടിയെ ഞാൻ ആരിൽ നിന്നാണോ നിന്നെ വിചാരിച്ച് കടം വാങ്ങിച്ചത് ആ മനുഷ്യന്റെ അരികത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയുമല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഈ മരക്കഷ്ണം കടലിലേക്ക് ഇട്ടു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടലിലേക്ക് വെച്ചു. അലാ ബറകത്തില്ലാഹ്, അതങ്ങ് പോയി. കടം കൊടുത്ത ആൾ ഇക്കരയിൽ കാത്തിരിപ്പായി. അല്ലാഹുവേ, പറഞ്ഞ സമയമായി, ദിവസമായി, അയാൾ എവിടെ കാണുന്നില്ലല്ലോ. അപ്പൊ കപ്പലുകളൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. ഓ, ബസ്സമരാണെന്നൊക്കെ പറഞ്ഞ പോലെ ബോട്ടില്ലല്ലേ. അങ്ങനെ നടക്കുമ്പോ തണുപ്പ് കാലമാണ്, ഒരു മരത്തടി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ചൂടുകാലല്ലേ, ആ വിറക് കിട്ടിയാലൊന്ന് കൊണ്ടുപോയി കത്തിച്ചു നോക്കാം. മരുഭൂമിയല്ലേ, മരങ്ങളൊന്നും കിട്ടില്ലല്ലോ. ആ മരത്തടിയെങ്കിൽ അത് ഇന്നിപ്പോ ഇതേ ഉള്ളൂ, അതും പിടിച്ച് വീട്ടിലേക്ക് പോവാണ്. ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ ദാ ഒരു മരക്കഷ്ണം ഉണക്കിയിട്ട് നീ കത്തിക്കാനെടുത്തോ. എന്റെ കൂട്ടുകാരനെ കണ്ടില്ല, ഇന്ന് വരേണ്ട ആളാണ്, 1000 ദീനാറുമായി വന്നിട്ടില്ല, കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു മരം കിട്ടി, ഞാൻ എതിട്ടങ്ങ് പോകുന്നതാണ്. ഭാര്യ ഇത് പൊട്ടിച്ചു നോക്കുമ്പോ അതിനകത്ത് 1000 ദീനാറുണ്ട്, ഈ എഴുത്തുമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതെന്തത്ഭുതം! തിരമാലകളുടെ ഓളങ്ങളെ വകഞ്ഞു മാറ്റി ആ മരക്കഷ്ണത്തെ അല്ലാഹു ഈ മനുഷ്യന്റെ കൺമുമ്പിൽ കൊണ്ടെത്തിച്ചു.
ഇത് ഏതെങ്കിലും വാറോല കഥകളല്ല. ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ഹദീസാണ്. സ്വഹീഹുകളിൽ ഏറ്റവും സ്വഹീഹായ സുശക്തമായ ഹദീസ് ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസ്. ആ മരക്കഷ്ണത്തിനുള്ളിൽ ഇതുണ്ട്. 1000 ദീനാറുണ്ട്. കൂട്ടുകാരന്റെ എഴുത്തുമുണ്ട്. കപ്പൽ കിട്ടിയില്ല, എന്നോട് ക്ഷമിക്കണം, കയ്യിൽ കൊണ്ടും തരാൻ പറ്റിയിട്ടില്ല, ഇത് സ്വീകരിച്ചേക്കണം. എന്നിട്ട് അത് വിചാരിച്ച ആൾ ഇരുന്നില്ല എന്ന അത്ഭുതം. ആ കൊടുത്തയച്ച ആൾ എന്നാണോ ആദ്യമായ ബോട്ട് ഇറങ്ങുന്നത്, വെള്ളത്തിൽ ഇറങ്ങുന്നത്, അന്നേക്ക് ടിക്കറ്റ് എടുത്ത് തന്റെ കൂട്ടുകാരന്റെ കയ്യിലേക്ക് 1000 ദീനാറുമായി അത്രയായി. പഴുത് കിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. 1000 ദീനാറുമായി വീണ്ടും കൂട്ടുകാരന്റെ വീടന്വേഷിച്ചു എന്ന് ചോദിച്ചു, കണ്ടുപിടിച്ചു, സലാം പറഞ്ഞു, കെട്ടിപ്പിടിച്ചു. ഓർമ്മയുണ്ടോ 1000 ദീനാറ് ഞാൻ വാങ്ങിച്ചത്? ഞാൻ വൈകിപ്പോയി കേട്ടോ, ക്ഷമിക്കണേ, കപ്പൽ കിട്ടിയില്ല, ഇതാ നിങ്ങളുടെ 1000 ദീനാർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ, നിക്കട്ടെ, അത് നിങ്ങൾ കൊടുത്തയച്ചല്ലോ, എനിക്കത് കിട്ടിയല്ലോ. മാഷാ അല്ലാഹ്, കിട്ടിയോ? കിട്ടി. അല്ലാഹു ഇതിലേക്ക് എത്തിച്ചു തന്നു. ഈ സംഭവം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞവസാനിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇമാം ഇബ്നു ഹിബ്ബാൻ തങ്ങളുടെ സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ ഈ വരികൾ കാണാൻ കഴിയും. ഫലഖദ് റഅയ്തുനാ യക്സുറു ലഗതുനാ വമിറാഉനാ ഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഹുമാ ആമനു മിൻ സാഹിബിഹി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഈ ചരിത്രം ചർച്ചയാവുമ്പോ ഞങ്ങൾ സ്വഹാബിമാരുടെ ശബ്ദം ഉയർന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചയിലും തർക്കത്തിലും ഞങ്ങൾ തർക്കിച്ച് സംസാരിക്കുന്നത് എന്താണെന്നറിയുമോ? അയ്യുഹുമാ ആമനു മിൻ സാഹിബിഹി ഐ അശദ്ദു ഈമാനൻ. ആർക്കാണ് ഈ രണ്ടാളുകളിൽ ആരുടെ ഈമാനാണ് കൂടിയത്? അള്ളാനെ സാക്ഷിയാക്കി, അള്ളാഹുവിനെ കഫീലാക്കി പൈസ കൊടുത്ത മുതലാളിയോ? അള്ളാനെ സാക്ഷിയാക്കി, അള്ളാഹുവിനെ സാക്ഷിയാക്കി 1000 ദീനാർ, 1000 സ്വർണ്ണ നാണയം ഒരു മരത്തിലാക്കിയിട്ട് കൊടുത്തയച്ച കടം വാങ്ങിച്ച ആളോ? ആരുടെ ഈമാനാണ് വലുത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ചയിൽ ശബ്ദമുയർന്നു പോയിട്ടുണ്ട് നബിയുടെ മുമ്പിലെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഈ വിശ്വസ്തത ഒരു മുഅ്മിനായ മനുഷ്യന്റെ സമ്പാദ്യമാണ്.